ഇവൻ നേരത്തെ സ്കൂളിൽ പോകുന്നതിനായി അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടുറങ്ങുന്നു. പക്ഷേ ഉറക്കപ്പിച്ചിൽ ടൈം പീസ് തലകീഴായി വെച്ചിട്ടുറങ്ങുന്നു. കുറച്ചുനേരം കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ മണി 10 എന്ന് കാണിക്കുന്നു. അത് കണ്ട് സ്കൂളിൽ പോകാൻ ലേറ്റ് ആയെന്ന് വിചാരിച്ച് വെപ്രാളത്തിൽ യൂണിഫോം എടുത്തിട്ട് ബാഗും എടുത്ത് പുറത്തേക്ക് ഓടി വരുന്നു. ഓപ്പോസിറ്റ് അവന്റെ അച്ഛൻ ബാത്റൂമിൽ പോകാനായി വരുന്നു. ഇവൻ പറയുന്നത് കേട്ട് അദ്ദേഹം ഓഫീസിൽ പോകാൻ ലേറ്റ് ആയെന്ന് വിചാരിച്ച് ഷോക്കാവുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനും മകനും വേഗത്തിൽ പല്ല് തേക്കാൻ തുടങ്ങുന്നു. കുറച്ചുനേരം കഴിഞ്ഞ് അവന്റെ അമ്മ അവിടേക്ക് വന്ന് രണ്ടുപേരും പല്ല് തേക്കുന്നത് കണ്ട് ദേഷ്യത്തിൽ ബാത്റൂമിന്റെ ജനൽ തുറന്നു കാണിക്കുന്നു. നോക്കുമ്പോൾ പുറത്ത് നല്ല ഇരുട്ടാണ്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അമ്മ അകത്തേക്ക് വന്ന് ക്ലോക്ക് തിരിച്ചു വെച്ചപ്പോഴാണ് എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് മനസ്സിലാവുന്നത്. ഇവൻ അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടും പിറ്റേന്ന് സ്കൂളിൽ പോകാൻ ലേറ്റ് ആവുന്നു. ആക്ച്വലി ഇവന്റെ ക്ലാസ് ലീഡർ ഒരു പെൺകുട്ടിയാണ്. സ്റ്റോപ്പ് വാച്ച് വെച്ച് ടൈം നോക്കിയാണ് അറ്റൻഡൻസ് ഇടുന്നത്. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്നും നേരത്തെ വരണമെന്ന് അവൻ വിചാരിക്കുന്നു. പക്ഷെ ഇവന്റെ കഷ്ടകാലത്തിന് ദിവസവും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ലേറ്റ് ആവുന്നു. അതുകൊണ്ട് അവൻ അവളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. പിറ്റേ ദിവസം വീടിനകത്ത് നിന്ന് ഭയങ്കരമായി ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് അറിയാതെ അച്ഛനും അമ്മയും ഓടി വന്ന് നോക്കുമ്പോൾ സ്കൂളിലേക്ക് നേരത്തെ പോകുന്നതിനായി അവൻ ഒത്തിരി അലാറം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതെല്ലാം ഓഫ് ചെയ്യാൻ തന്നെ അരമണിക്കൂർ പിടിക്കുന്നു. അവസാനം അന്നും സ്കൂളിൽ പോകാൻ അവൻ ലേറ്റ് ആവുന്നു. കറക്റ്റ് അവൻ ആബ്സെന്റ് ഇടാൻ പോകുമ്പോൾ അവളുടെ പേന തെളിയാതാവുന്നു. അത് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ അവൾക്ക് പേന നീട്ടുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റാരുമല്ല, അവൻ തന്നെയാണ്. കറക്റ്റ് ടൈമിൽ തന്നെ അവൻ അകത്തേക്ക് വന്നിരിക്കുന്നു. ഒരു സെക്കൻഡിൽ എങ്ങനെയാണ് അവൻ അകത്തേക്ക് വന്നതെന്ന് ആലോചിച്ച് അവൾ കൺഫ്യൂസ് ആവുന്നു.